ഹായ് ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ്വാമിൽ ഇതാണ് നമ്മുടെ അമേരിക്കൻ പുള്ളി. ഞാൻ ഇപ്പോൾ നിൽക്കണം ബാംഗ്ലൂരാണ് കേട്ടോ. ബാംഗ്ലൂർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിനകത്താണ്. അപ്പോൾ അപ്പോൾ ഇവനൊന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് കരുതി. ഇതാണ് നമ്മുടെ സുശീൽ ശർമ്മ നമുക്ക് ആയിട്ട് ബാംഗ്ലൂരോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത അമേരിക്കൻ പുള്ളി പപ്പി. ഇവനൊരു മെയിൽ ഡോഗാണ് കേട്ടോ. ഇവൻ മെയിൽ ഡോഗല്ല, മെയിൽ പപ്പിയാണ്. ഇത്രയുണ്ട് ആള്, കണ്ട. ഒരു സിൽവർ ആൻഡ് ബ്ലൂ ഐസ് ഒക്കെ ഉള്ള ഒരാളാണ്. ഏകദേശം ഇവനൊരു 45 to 50 ഡേയ്സിനകത്തെ ഏജ് വരുന്നുള്ളൂ കേട്ടോ. ആളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഉറക്കം കഴിഞ്ഞൊക്കെ വന്നതിൻ്റെയാണ് ആള്. പക്ഷേ ഒരു വില്ലനാണ്, വില്ലൻ. ഇവനായിട്ട് ഇപ്പം നമ്മളിതാ ഒന്ന് ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി കഴിച്ചോ കഴിച്ചോ, തരാം തരാം തരാം, വെയിറ്റ്. ഇത് വന്നിട്ട് ഗ്രേവിയാണ് ഇപ്പോൾ തൽക്കാലം കൊടുക്കണേ. നമുക്ക് എന്തായാലും ഇവൻ്റെ നമുക്ക് ഫുഡ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ജാക്സൺ ആണ് കേട്ടോ ഇവനെ കളക്ട് ചെയ്ത്. അവനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ വരാൻ കഴിഞ്ഞില്ല, കാരണം നമ്മുടെ ജിമ്മും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നലെ നൈറ്റ് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കയറിയിട്ട് ഇന്ന് രാവിലെയാണ് എത്തിയത്. അവനാണ് ഹാൻഡ് ഓവർ ചെയ്തത്. നമ്മുടെ സുശീൽ ഭായിയുടെ ട്രാൻസ്പോർട്ടേഷൻ ടീമുണ്ട് കേട്ടോ. ഓൾ ഇന്ത്യ ചെയ്യുന്നതാണ്, പക്ഷെ അവർക്ക് കേരളത്തിലോട്ട് ഡോഗ്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഈ പപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ബാംഗ്ലൂർ വരെ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ജാക്സൺ വഴി പപ്പീനെ ഇവിടെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടി. ഇന്നിപ്പോൾ അവൻ നമ്മുടെ കയ്യിലെത്തി. ഇന്നോ നാളെയോ കൊണ്ട് നമ്മളിവനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകും കേട്ടോ. ഇതാണ് നമ്മുടെ പപ്പിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. ഭയങ്കര ചബ്ബിയാണ് കേട്ടോ അവൻ. ഇവനിതുവരെ നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, ഫുഡ് കഴിക്കട്ടെ. ഇപ്പോൾ കൊടുക്കുന്നതുകൊണ്ടിരിക്കുന്ന ഗ്രേവിയാണ് കേട്ടോ. കാരണം ഇപ്പം നമുക്ക് അതിനുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ. വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെറുതായിട്ടൊന്ന് വെറ്റ് വൈപ്പൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കണം. കാരണം കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അവൻ പഞ്ചാബാക്കി കണ്ട കുപ്പിയൊക്കെ കടിച്ച് പൊടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വന്ന റീസൺ തന്നെ ഇതാണ്. അവന് ജോലിക്ക് പോകണമെന്നുള്ളതുകൊണ്ടേ പപ്പീനെ നോക്കാനും പറ്റത്തില്ല. അപ്പം ഇവൻ ഇവിടെയൊക്കെ മുള്ളിയും വൃത്തികേടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ ഇവനെ അടുത്തിനി എങ്ങനെ നാട്ടിലോട്ട് എത്തിക്കുമെന്നുള്ളത് വേറെ ട്രാൻസ്പോർട്ടേഷൻ ടീമിനെ നോക്കണം. അല്ലാണ്ട് ബസ്സിലൊന്നും നമുക്ക് എന്തായാലും ഇവനെ കൊണ്ടുപോകാനും പറ്റത്തില്ല. ഞാനാണെങ്കിൽ ഇന്നലെ ഒരു AC ബസ്സിലാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഉണ്ടായിരുന്ന ചുമ അങ്ങ് കൂടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിവേ പപ്പീനെ കൈ കിട്ടിയതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഇത് നമുക്ക് സുശീൽ ഭായി നമുക്ക് ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിലാണ് തന്നത്. അപ്പം ഒരിക്കലും നമുക്കിത് ഇപ്പം കാശ് കൊടുത്ത് വാങ്ങിക്കാനായിട്ടുള്ളൊരു സ്ഥിതിയിലല്ല. എന്നിട്ടും പുള്ളിക്കാരൻ അന്നേ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ലൂഡോ ഉണ്ടായിരുന്നു കേട്ടോ, അമേരിക്കൻ പുള്ളിയുടെ XXL ഫീമെയിൽ ആയിരുന്നു. അവൾ മീറ്റിംഗ് ഒക്കെ ചെയ്ത് ലിറ്റർ ഇറങ്ങുന്ന ഒരു ടൈമിന് ഒരു 5 ദിവസം മുമ്പ് സ്നേക്ക് ബൈറ്റ് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ അന്നേ പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത് നമുക്കൊരു നല്ലൊരു പപ്പീനെ നമുക്ക് തരും എന്നാണ്. അപ്പോൾ അങ്ങനെ ആണ് ഇവനെ നമുക്കിപ്പോൾ നമ്മുടെ കൈവശം എത്തിയത്. ഓക്കെ, അപ്പം ഇതുവരെ ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കാരണം സർപ്രൈസായിട്ട് ദിവസങ്ങൾ കൊണ്ടാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ ഒരാഴ്ച എങ്ങാണ്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്, ഇതുപോലെ പപ്പി വീട്ടിലുണ്ട്, നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാനും വൈഫായിട്ട് ഐശ്വര്യൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൾക്കും ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ വീട്ടിൽ നിർത്താമെന്നുള്ളൊരു പ്ലാനിലോട്ട് എത്തിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവനെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലോട്ട് എത്തിക്കുന്നതായിരിക്കും. ഇപ്പം ഇവൻ്റെ കളറും അതുപോലെ ഇവൻ്റെ ബോഡി ഫ്രെയിമൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് സൈസിലോട്ട് വരാനായിട്ടുള്ള ഒരു പുള്ളിയായിരിക്കും. നമ്മുടെ വീട്ടിൽ മാത്രമല്ല, മൊത്തം ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ക്വാളിറ്റിയിൽ ഒരു അമേരിക്കൻ പുള്ളി ഉണ്ടോ എന്നുള്ളത്. ഇതിനുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടെ, പക്ഷേ എൻ്റെ അറിവിലില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ ഒത്തിരി പുള്ളീസ് ഉള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിലൊന്നും ഈ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു പുള്ളി ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ഫുഡ് കഴിക്കട്ടെ. ഇവൻ്റെ നിങ്ങൾക്കൊരു ഫുൾ സൈസ് വീഡിയോ കാണിച്ചു തരാം. ആൾ ഞാൻ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഫുഡും വെച്ചോണ്ടേ അവൻ്റെ ഫുഡൊക്കെ നിലത്ത് പോയി. അപ്പോൾ ഇവന് ഞാൻ ഇതുവരെ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇവന് നല്ലൊരു പേരൊക്കെ സെറ്റ് ചെയ്യണം. ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീസും ഒക്കെ ആയിട്ട് അവനെ കമ്പനിയാക്കി എടുക്കണം. അതാണ് മെയിൻ ടാസ്ക്. നമ്മുടെ പേർഷ്യൻ ക്യാറ്റ് ഉണ്ടല്ലോ, അവൻ ചെറിയൊരു ഇൻട്രോവേർട്ടാണ്. ആകെ കമ്പനിയുള്ള ലാബ് നമ്മുടെ ബ്ലാക്കി ആയിട്ട് മാത്രമാണ്. അപ്പോൾ ഇനി അടുത്ത് ഇവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം മീസുമായിട്ട് കമ്പനിയാക്കാനും. ബാക്കി ആരും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കല്യാണിയൊന്നും വലിയ വിഷയമൊന്നും ഉണ്ടാക്കില്ല എന്നാണ് വിശ്വാസം. അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പിയുടെ കണ്ടീഷൻ കേട്ടോ. ആൾ നല്ല ബിഗ് സൈസിലും നല്ല ഗ്രോത്തും ഒക്കെ വരാനായിട്ടുള്ള ഒരു അടിപൊളി ഒരു ബുള്ളി പപ്പിയായിട്ട് വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് തോന്നി. അത് വീട്ടിൽ പോയിട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പം തന്നെ ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാമല്ലേ?
ഓക്കെ. അപ്പോൾ ആള് ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഫുഡ് കഴിച്ച ഉടനെ തന്നെ ഇവനെ ടോയ്ലറ്റിൽ കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ ജാക്സന്റെ വീടവൻ കുളമാക്കും. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയേക്കാം അവന് ഹാൻഡ് ഓവർ ചെയ്തതും ബാക്കി വീഡിയോസൊക്കെ ആയിട്ട്. ഓക്കെ, ആരാണ് ജാക്സൺ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഫ്രണ്ട് ജാക്സനോട് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് അവൻ്റെ പെർമിഷൻ ഇല്ലാണ്ട്. ഓക്കെ, കാരണം അവനാണ് ഹാൻഡ് ഓവർ, നമ്മുടെ ഡെലിവറി ടീം അവൻ്റെ കയ്യിലാണ് ഹാൻഡ് ഓവർ ചെയ്തത്. അപ്പം അവൻ ഇല്ലാത്ത സമയം മുടക്കി അത്യാവശ്യം ദൂരെ പോയാണ് ഇതിനെ മേടിച്ചത്. ഓക്കെ, അപ്പം എന്തായാലും ബബായ്. അപ്പോൾ ഇവനെ ഞാൻ നേരെ ഒന്നുകൊണ്ട് ടോയ്ലറ്റിലാക്കട്ടെ, ഇല്ലെങ്കിൽ അവൻ ഇവിടെ കപ്പിയിട്ടൊക്കെ വെക്കും. എന്നിട്ട് ഈ ഫുഡൊക്കെ കഴിച്ച് മുഖത്തൊക്കെ ഗ്രേവിയൊക്കെ ആക്കി വെച്ചിട്ട് അതൊന്ന് തുടച്ച് റെഡിയാക്കി എടുക്കട്ടെ. ഇതാണ് നമ്മുടെ സുന്ദരക്കൂട്ടൻ. ഓക്കെ, കഴിച്ചാ മതിയാ? അപ്പം ശരി ഫ്രണ്ട്സ്, ബാക്കിയൊക്കെ വീഡിയോസും ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഇവൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാട്ടിൽ വന്നിട്ട് കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ. അപ്പം പപ്പീനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഒരു ലൈക്ക് തരിക, പ്രത്യേകിച്ച് ഈ വീഡിയോയ്ക്ക്. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ പെറ്റ്സ് ഹോമിൽ പ്രാവും ബ്ലാക്കിയും കല്യാണിക്കൊപ്പം എന്താ ഇനി ഇവനും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ. ഒരു ഹായ് പറടാ, ലൈക്ക് ചെയ്യാൻ പറടാ, ടാറ്റ. ഓക്കെ, അപ്പോൾ ഇവനെ ഞാൻ നേരെ കൊണ്ട് ഒന്ന് തുടച്ച് വാരി എടുക്കട്ടെ. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ.